ഇടനീക്കില്ലേ, ഞാൻ നിന്റെ ചേച്ചിയോട് പകരം വീട്ടാൻ പോകുന്നതേ നിന്നിലൂടെ തന്നെയാണ്. ഈ ഫംഗ്ഷനിൽ നീയാണോടാ ഇന്ന് ഹീറോ ആവാൻ പോകുന്നത്. സാരില്ല, ഏത് പട്ടിക്ക് ഒരു ദിവസം ഹീറോ ആവണമെന്ന് ഒരു മോഹം കാണില്ലേ? മാഡം, ഡ്രിങ്ക്സ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാനെടുത്ത് തരുമായിരുന്നല്ലോ. അയ്യോ, ഇത് എനിക്കില്ല, എന്റെ ബ്രദറിന് കൊടുക്കാനാ. ശരി. അതെ, അവൻ ഹാളിന് പുറത്ത് ആർക്കോ ഫോൺ ചെയ്തോണ്ട് നിൽക്കുക. ഒരു ഡ്രിങ്ക്സ് എടുത്ത് തരുമെന്ന് എന്നോട് ചോദിച്ചു. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി, അത്രേ ഉള്ളൂ. എങ്കിലും തന്നേക്കും മാഡം, ആള് പുറത്തേക്കല്ലേ, ഞാൻ കൊണ്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അവിടെ കറുത്ത ജുബ്ബ ഇട്ടോണ്ട് നിൽപ്പുണ്ടേ. ശരി മാഡം. സർ, ഡ്രിങ്ക്സ് റെഡിയാണ്. താങ്ക് യു. അതൊന്നും കുഴപ്പമില്ല. എന്തായി ശിവാനി, വല്ലതും നടക്കുമെന്നല്ല, നടന്നു തുടങ്ങി കഴിഞ്ഞു. ഞാനും കൂടിയാ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നേന്നാ വസുന്ധര മേഡത്തിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവസാനം ചീറ്റിപ്പോയാലുണ്ടല്ലോ, മേഡം രണ്ടിനെ ഇവിടുന്ന് ഓടിക്കും, ഓർത്തോ നീ. അമ്മ, നടക്കാൻ പോണ പൂരം എന്തിനാ വെറുതെ പറഞ്ഞറിയിക്കുന്നേ? അമ്മ കണ്ടറിഞ്ഞാ മതി. നീ എന്താ ചെയ്തെന്ന് എന്നോടെങ്കിലും ഒന്ന് പറ. ഇന്നത്തെ എന്റെ തുറുപ്പ് ചീട്ട് അവനാ, ആ നിഖില്. എന്റെ ഫോണെടുത്ത് അവൻ ആന്റിക്ക് എന്റെ പേരിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. അവനങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അവൻ കാരണം തന്നെ നിധി ഇന്ന് ഈ ഫംഗ്ഷനിൽ അപമാനിതയാവാൻ പോവാ. എന്നാലേ അമ്മ വാ, ഇനിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ.